ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഈ കുഞ്ഞു മക്കളൊക്കെയും നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ മുതിർന്നവർ അവരെന്തെങ്കിലും കുഞ്ഞു മക്കൾ എന്തെങ്കിലും തെറ്റുചെക്കും ചെയ്തു കഴിഞ്ഞാൽ മുതിർന്നവർ അവരെ ശിക്ഷിക്കാനായിട്ട് കൈ ഓങ്ങുന്ന സമയത്ത് ഈ ചില അപ്പാപ്പനോ അമ്മാമയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെയും കുഞ്ഞു മക്കളിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് ചാച്ച ഇവർക്ക് കുഞ്ഞിനെ അറിയാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് മാറ്റി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കുരിശിൽ നമ്മൾ കാണുന്ന ഒരു വലിയ വചനമാണ്, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈശോ തൻ്റെ കുരിശിലെ രക്തം വഴി നമ്മളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മക്കൾ എന്ന സ്ഥാനം വീണ്ടും പിതാവിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങി തരികയാണ്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ധ്യാനിക്കാം എത്രത്തോളം ഈ മക്കൾ എന്ന സ്ഥാനത്തേക്ക്, മകൻ എന്ന സ്ഥാനത്തേക്ക്, മകൾ എന്ന സ്ഥാനത്തേക്ക് നമ്മൾ എത്രത്തോളം ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് പരിചിന്തനം ചെയ്യാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവിടുന്ന് തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. ആ കുരിശിൻ്റെ ചുവട്ടിലാണ് പരിശുദ്ധ അമ്മ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ ഈശോ വീണ്ടും മനുഷ്യാവതാരം ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോഴാണ് വീണ്ടും പരിശുദ്ധാത്മാവിന് ശക്തമായ ആവാസം വരികയും പിന്നീട് അത് സഭയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് അതിനുശേഷം വിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.